ആരാന്റെ സങ്കടപ്പെട്ട ഒരു മുതലിന്റെ ഇങ്ങളെ സമ്പത്തിൽ ഉണ്ടാവരുത്. അതുണ്ടെങ്കിൽ നമ്മൾ എത്ര ദാനം ചെയ്താലും, ചിലർക്ക് അങ്ങനെ ഒരു തോന്നല, കുറെ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കിയിട്ട് ഉമ്മാനി വാപ്പാനി ഒരു ഉംറക്ക് പറഞ്ഞേച്ച പഠിച്ചവൻ അതങ്ങ് കബൂലാക്കുന്നു. അങ്ങനെ പറ്റിച്ച മതാണല്ലോ ഇസ്ലാം. കുറെ ഹറാമ് സമ്പാദിച്ചിട്ട് പിന്നെ അത് പള്ളിക്ക് ഒരു 100 സിമന്റും എത്തിങ്കാനക്ക് 4 അല്ലെങ്കിൽ 4 ലോഡ് അരിയൊക്കെ കൊടുത്താ നമ്മളെ ആ ഹറാമ് പഠിച്ചാൻ അങ്ങ് കബൂലാക്കി കളയുന്നു. ഒരാണ് അവിടെ നിന്ന് വന്നോ എങ്ങിട്ട് പോയി അള്ളാനെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അത് പേടിച്ചതിന്റെ പേരിൽ ആ സഹാബാക്കള് അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, പാപ്പാ ഞാൻ നിങ്ങളെ കരളിന്റെ കഷണല്ലേ, ആ മോളെ എങ്കിൽ എനിക്ക് ബൈത്തുൽ മാലിൽ നിന്നും ഒരു മധുരമുള്ള ഈത്തപ്പ എടുത്തരോ. റസൂലുള്ള പറഞ്ഞു, മോളെ അൻകദീ നഫ്സക മിനന്നാർ, നരകത്ത് നിന്റെ മോളെ കാക്കണം, അതെന്റെ വാപ്പന്റെ മുതലല്ല, ബൈത്തുൽ മാല. കണ്ണീരോട് ആ ഫാത്തിമ ബീവി തിരിച്ചു പോകുമ്പോ റസൂലുള്ള പറഞ്ഞു, മോളെ എനിക്ക് ഗുണം കിട്ടുന്ന വേറൊന്ന് പറഞ്ഞുതരാ വാപ്പ. എന്താ വാപ്പ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ചൊല്ലിക്കോ, എനിക്ക് ഗുണ. ആ സൂക്ഷ്മതയായിരുന്നു സഹാബാക്കൾ കാണിച്ചത്. ഈ നാർത്തിയ മനുഷ്യന് മുതലുണ്ടാക്കാൻ മതിയാകുന്നില്ല.